പറഞ്ഞ അവസാനം നമ്മളിപ്പോൾ ഒമാനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്ന് നൈറ്റ് കഴിഞ്ഞ് ഒരു 12 മണിയാകുമ്പോഴത്തേനും തനൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. ഫാസികാക്കും ആർക്കൊരു ഐഡിയ ഒന്നുമില്ല, നമ്മുടെ പാരൻസിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പോകുന്നതിൻ്റെ അന്ന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉമ്മ ഒമാനിലേക്ക് കൊണ്ടുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ പുഴുങ്ങാനുള്ള ചക്കയുണ്ട്, പിന്നെ ഉപ്പേരി വെക്കാനുള്ള ചക്ക, പഴുത്ത ചക്ക, പിന്നെ അവസാനമായിട്ട് അന്ന് എനിക്ക് ചക്കക്കൂട്ട ഉണ്ടാക്കി തന്നു. പിന്നെ ഒരു ലോഡ് മരുന്ന്, പിന്നെ കുറച്ച് എപ്പോഴും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ശർക്കര മൈലാഞ്ചി ഇടാറുണ്ട്. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഇടാൻ കഴിയില്ലല്ലോ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ അതാ ഞാൻ സർപ്രൈസ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഫാസിയാക്ക് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കൊണ്ടോട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ നിർബന്ധമായിട്ട് പോകുന്ന 2 സ്പോട്ടാണ്. അവിൽ മിൽക്ക് ഒന്നും നന്നായിട്ട് കഴിക്കും. ഞാൻ 2 ദിവസമായിട്ട് ഇപ്പോൾ അടുപ്പിച്ച് ഇവിടെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിൽ മിൽക്ക്. ഞാൻ പൊതുവേ കോഴിക്കോട് സ്റ്റാൻഡിൽ ആ ഭാഗത്തൊക്കെ പോയിട്ടാണ് കഴിക്കാറുള്ളത്. അതിലേക്കാളും ടേസ്റ്റിൽ നമ്മുടെ കൊണ്ടോട്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പോകുന്നതിന് മുൻപായിട്ട് ഈവനിങ് ആണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കാക്കൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് പണി, എനിക്ക് നടത്തിക്കാനും ഇഷ്ടമാണ്, അത് കണ്ട് മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാക്ക് തരുന്നു കേട്ടോ പരിപാടി. സ്ഥലം എടുക്കുക, വീട് പണി നടത്തുക, വേറെ ടീമിന് വിൽക്കുക, ഇതന്നെയായിരുന്നു ചെറുപ്പം മുതലേ ഉപ്പൻ്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്രൈസാണ് ഉപ്പൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട്. എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട്, ഫ്രഷ് ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഫാസിക്കാനെയും ഹെന്നൂബിനോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, തനൂസിനോടൊക്കെ. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 11 മണിക്കാണ്. നമ്മൾ ഒമാനിൽ ഒരു 1:30-2 മണി ആ ഒരു സമയത്താണ് എത്തുക. അപ്പോൾ എല്ലാവരോടും സലാം പറഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മുടെ സർപ്രൈസ് വീഡിയോ അപാര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക.